തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ. മോദി സർക്കാർ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന വേളയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. വിരലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്കും ലയങ്ങൾക്കും നേരെ കാട്ടാനാക്രമണം. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുന്നൂർകുളം മരമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വടക്കാഞ്ചേരിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപ്പനിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ചേലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടുപന്നി ശല്യം ഒരാഴ്ചയായി തുടരുകയാണെന്ന് കർഷകർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ്. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിയതും ഇത് BJP യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ രംഗത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിനെ തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. കോൺഗ്രസിന് അത്തരം സമരപരിപാടികളോട് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല. ഒരു കാരണവശാലും ചാണകവെള്ളം തെളിക്കുന്നതും പുണ്യാഹം തെളിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സമരപരിപാടികളോട് കോൺഗ്രസിന്റെ അനുമതിയില്ല. കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പുമില്ല. അതേസമയം മോദിയുടെ തൃശൂർ സന്ദർശനം പരാജയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമായി മാറിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് 5 കോടി ഗ്രാന്റും 50 കോടിയുടെ പ്രത്യേക പദ്ധതിക്കും അപേക്ഷ നൽകിയെങ്കിലും യാതൊന്നും പരിഗണിച്ചില്ലെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരായ PFI ബന്ധാരോപണം തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ച പ്രതാപൻ സംഘപരിവാറിന്റെയും BJPയുടെയും ഭീഷണി വിലപ്പോകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശ്ശൂർ MP. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസത്തെയും എതിർക്കും. സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട PFന്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കും. ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസവുമായി വന്നാൽ വിലപ്പോകില്ല. അപ്പോഴാണ് ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ള ധാരണ വന്നത്. RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും ഭീഷണി വിലപ്പോകില്ല. പ്രതാപനെതിരെയുള്ള BJPയുടെ ഭീഷണി തൃശൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്നും എന്തു വില കൊടുത്തും MPയെ സംരക്ഷിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു. TN പ്രതാപനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ അതിന് എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേരിടും. പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലി കേരളത്തിൽ വില പോകില്ല. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. TCV തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളന വേദിക്ക് സമീപം ചാണകവെള്ളം തെളിക്കാനും പ്രതിഷേധിക്കാനും ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ BJP ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. യുവമോർച്ച നേതാവ് മനോജ് 1-ാം പ്രതിയും അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കിയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. സംഘർഷത്തിൽ പട്ടിക ഉപയോഗിച്ചുള്ള BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലത്തിന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. സലീമിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് മോദി പങ്കെടുത്ത വേദിക്ക് സമീപം പ്രതിഷേധവുമായെത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തടയാനെത്തിയ BJP യുവമോർച്ച നേതാക്കളും പരസ്പരം വെല്ലുവിളിച്ച് ഏറ്റുമുട്ടിയത്. മോദി സർക്കാർ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന വേളയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന് മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. തൃശൂർ ഡിസ്ട്രിക്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച
ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുരാഷ്ട്രം എന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ 2025 100 വർഷം തികയുന്ന RSSനായി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിനെ പോലും പ്രഹസനമാക്കിക്കൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലടക്കം ചർച്ചയില്ലാതെ ചൂടപ്പം പോലെ പാസാക്കിയത്. അത്യാവശ്യം മേൽപ്പൊടികൾ ചേർക്കുക എന്ന് മാത്രമാണ് ഈ 100 വർഷക്കാലം കഴിഞ്ഞ 90 വർഷക്കാലം. ഇപ്പൊ എല്ലാം മറയും പൊളിച്ച് എല്ലാ മറകളും നീക്കി അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അതാണ് പാർലമെന്റിൽ സമീപകാലത്ത് പാസാക്കിയ നിയമങ്ങളിലൂടെ, ആ നിയമങ്ങൾ പാസാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന നടപടികളിലൂടെ അവർ വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ കഴിഞ്ഞ 75 വർഷക്കാലത്തെ വളർച്ചയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഭാരതീയന്, ഇന്ത്യക്കാരന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇങ്ങനൊരു ഭേദഗതി നിയമം ഇന്ത്യൻ പൗരത്വത്തിൽ വരുത്താൻ ഒരു പാർലമെന്റ് തയ്യാറാകുന്നത്? അതേസമയം ചാതുർവർണ്ണ വ്യവസ്ഥിതി തുടരുന്നതിനാലാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും രാഷ്ട്രപതിയെ ഒഴിവാക്കിയത്. എന്നാൽ ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിയുന്നില്ല. കോൺഗ്രസിന്റെ ഹൈന്ദവ വർഗീയ പ്രീണന നയത്തിന്റെ അനന്തരഫലമാണ് ഇതെല്ലാമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CATU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി PK പുഷ്പാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AN ജനാർദ്ദനൻ, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വീടുകൾ തകർത്തു. 3 വീടുകളാണ് ഭാഗികമായി നശിപ്പിച്ചത്. ഷീജ എന്ന തൊഴിലാളിയുടെ വീട്ടിൽ ആനകളുടെ ആക്രമണം നടക്കുമ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു. വീടിന്റെ മുൻഭാഗത്താണ് ആനകൾ തകർത്തത്. ലയത്തിന്റെ പിൻഭാഗത്തെ മുറിയിൽ നിന്നുകൊണ്ട് ഇവർ ഒച്ചവെച്ചു. ഇതോടെ ആനക്കൂട്ടം പിൻവാങ്ങി. സമീപത്തെ ആൾതാമസമില്ലാത്ത 2 ലയങ്ങളിലും ആനകൾ നാശനഷ്ടമുണ്ടാക്കി. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ ഇവിടെയുള്ള തൊഴിലാളികളോട് 2018 മുതൽ മാറി താമസിക്കാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. എരമംഗലത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വെളിയംകോട് നരണിപ്പുഴ സ്വദേശി 36 വയസ്സുള്ള വലിയ പറമ്പിൽ റാഷിദാണ് മരിച്ചത്. പൊന്നാനി ആൽത്തറ പാതയിൽ എരമംഗലം KMM ഓഡിറ്റോറിയത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. പരിക്കേറ്റ റാഷിദിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ തെക്കേപ്പുറത്ത് ഷംസീറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ സ്വദേശി സെവിനാണ് ഗുരുതര പരിക്കേറ്റത്. ഇന്നലെ രാത്രി വാഴക്കോട് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ട്രാവലർ മഴയിൽ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപ്പിനിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപ്പിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത്. 1 വർഷം മുൻപ് പണിയാരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ NH അധികൃതരുമായി സംസാരിച്ച് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. അശാസ്ത്രീയമായ കാന നിർമ്മാണം വെള്ളക്കെട്ടുണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. തെക്ക് നിന്നും വടക്കു നിന്നും 3 മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും 4 മീറ്റർ വീതിയിലും ആഴത്തിലും കൽവർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഒരു കാലത്ത് ഈ പാടത്ത് ഇത് നിലം എന്ന സ്ഥലത്ത് ഡംപ് ചെയ്ത് ഒഴുകിപ്പോയിരുന്ന വെള്ളം ഇത് നികത്തപ്പെടുകയാണ്. ഒരു ചെറിയ ഒരു കൽവർട്ട് പണിത് ഈ വെള്ളത്തിനെ തിരിച്ചു വിടാൻ പോയാൽ ഒരു രക്ഷയും അക്കാര്യത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആവശ്യം സെൻട്രൽ കൾവർട്ടായിട്ട് മതിയായ അളവിൽ 3 മീറ്റർ വീതിയിലും അതുപോലെ തന്നെ താഴ്ചയിലും
നല്ല ആഴത്തിലും ഒരു കൾവെട്ട്, സെൻട്രൽ കൾവെട്ട് പണിയണം. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരുന്ന, വടക്കു നിന്നും തെക്കു നിന്നും വരുന്ന വെള്ളങ്ങളെ കൊണ്ടുപോകുന്നതിന് 3 മീറ്റർ വീതിയിലുള്ള ഡ്രൈനേജ് തയ്യാറാക്കി കൊണ്ടുവേണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ. അത് തുടരുന്നതുവരെ, അതിന് മതിയായ തീരുമാനമുണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV കയ്പമംഗലം. ചെലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. 7ാം വാർഡ് മെമ്പറും കർഷകനുമായ TA കേശവൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പിന് പാകമായ നെല്ല് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പാടവരമ്പും കുത്തിമറിച്ചിട്ട നിലയിലാണ്. ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയും കർഷകർക്ക് തിരിച്ചടിയായി. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് TA കേശവൻകുട്ടി പറഞ്ഞു. ഏകദേശം ഒരു 2 ഏക്കർ കൃഷി ഞാനിവിടെ ചെറിയൊരു കർഷകനാണ്. 2 ഏക്കർ കൃഷികളും പണിതുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഡെയിലി പന്നികൾ വന്ന് കൃഷി മുഴുവൻ നശിച്ച് ഒരു പൂല് നെല്ല് പോലും കിട്ടത്തക്ക വിധത്തിലാണ് ഇന്നലെ മിനിയാന്നും പന്നി ഊരാടുന്നത്. ഇപ്പോൾ അതാണെങ്കിൽ ഇന്നലെ മഴ പെയ്തു. ഞങ്ങൾ കൊയ്യാൻ ഒരു 15 ദിവസം കഴിഞ്ഞാൽ കൊയ്യാം. ഇന്നലെ മഴ പെയ്തു, കണ്ടത്തിൽ നിറച്ച് വെള്ളമാണ്. ഇനിയിപ്പോൾ വണ്ടി വന്നാലിനെ വണ്ടി പൂന്തിയിട്ടും അതുള്ളതും കിട്ടാതെയും. അങ്ങനെ കർഷകന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ ഒരു 10 പൈസ കർഷകന് കിട്ടുന്നുമില്ല, ഒന്നുമില്ല. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് സംഘടിപ്പിച്ച PTയും കലയും കാലവും എന്ന സാംസ്കാരിക ആഘോഷ പരിപാടികൾ തൃശൂരിൽ തുടരുന്നു. 3 ദിവസങ്ങളായി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാംസ്കാരിക മേളയുടെ 2ാം ദിനം PTയുടെ ചലച്ചിത്ര പ്രദർശനം നടന്നു. ചലച്ചിത്ര നടി ശ്വേത മേനോൻ ചലച്ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. GP രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PK പോക്കർ, AO സണ്ണി, സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടണം റഷീദ്, സീനത്ത്, റഫീഖ് അഹമ്മദ്, സാദിഖ് തുടങ്ങി നിരവധി ചലച്ചിത്ര, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് PTയുടെ ചിത്രങ്ങളായ ഗർഷോം, പരദേശി എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഗർഷോം സിനിമ 25 വർഷം പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് സിനിമയിലെ നടീനടന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ആദരിച്ചു. ആഘോഷ പരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസവും തുടരുന്നു. കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. 272 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്ക്. 268 പോയിന്റുമായി തൃശൂരാണ് 2ാം സ്ഥാനത്ത്. 265 പോയിന്റുമായി കോഴിക്കോടും കൊല്ലവും 1ാം സ്ഥാനത്ത് തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടതരിക്കത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേര് താലപ്പൊലി ശനിയാഴ്ച നടക്കും. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ ദേവീ സന്നിധിയിൽ നാഗസ്വര കച്ചേരിയും പഞ്ചമദ്ദള കേളിയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. പതിവ് പൂജകൾ നേരത്തെ പൂർത്തിയാക്കി നടയടച്ച ശേഷമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. 11:30-ന് നടയടച്ചാൽ 3:30-ക്ക് ശേഷമേ തുറക്കൂ. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും. പഞ്ചവാദ്യത്തിന് ശേഷം തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് എന്നിവർ മേളം നയിക്കും. 2:30-യോടെ മേളം അവസാനിച്ചാൽ ഏറ്റവും പ്രധാന ചടങ്ങായ നടക്കൽ പറയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളുണ്ടാകും. രാത്രിയും ശ്രീകോവിൽ നേരത്തെ അടയ്ക്കും. പൂജകൾ നേരത്തെ പൂർത്തിയാക്കി 9:30-ന് നടയടയ്ക്കും. കൊടുങ്ങല്ലൂരിൽ വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ചു. എടവിലങ്ങ കുഞ്ഞൈനി സ്വദേശികളായ തേവാലിൽ സംഗീത, തട്ടാരിൽ വിപിൻ എന്നിവരെയാണ് ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ വിപിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഴീക്കോട് മേനോൻ ബസാറിലായിരുന്നു സംഭവം. വായ്പയായി നൽകിയ പണം തിരികെ ചോദിച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണം. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയാണ് ഇവരെ ആക്രമിച്ചത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞം അഭിഷേകം ദർശിക്കുന്നതിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. യജ്ഞത്തിന്റെ 5ാം ദിവസമായ ഇന്ന് ചേന സതീശൻ നമ്പൂതിരിപ്പാട് ശ്രീരുദ്ര മന്ത്രത്താൽ ചൈതന്യമാക്കിയ ജീവകലശങ്ങൾ മഹാദേവന് അഭിഷേകം ചെയ്തു. ഇതുവരെയായി 55 കലശങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. അഭിഷേകം ദർശിക്കുന്നതിനും നാഗപ്പാട്ട് ശ്രവിക്കുന്നതിനും നാവൂർ പാട്ട് നടത്തുന്നതിനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭഗവത്ഗീതയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രഭാഷണം നടത്തി. യജ്ഞം 11-ന് സമാപിക്കും.
വെങ്കിടങ്ങിൽ അവശ്യമായി എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടിയ വൃദ്ധയ്ക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഇടപെടൽ തുണയായി. പഞ്ചായത്തിലെ 15-ാം വാർഡ് തോയ്ക്കാവ് പെരിങ്ങാട്ട് വീട്ടിൽ വള്ളിയമു എന്ന 65-കാരിക്കാണ് ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇടപെട്ട് പുനരധിവാസമൊരുക്കിയത്. ദിവസങ്ങളായി ഒറ്റമുറി വീട്ടിൽ ഭക്ഷണം പോലും ഇല്ലാതെ കഴിഞ്ഞിരുന്ന അവസ്ഥയിലായിരുന്നു വള്ളിയമു. 2 മാസങ്ങൾക്ക് മുൻപ് വീണതിനെ തുടർന്ന് നടക്കാൻ പോലും കഴിയാതെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഇവർ. വാർഡ് മെമ്പർ ജെസ്സി റാഫേൽ വിവരം ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പിന് അറിയിച്ചതിനെ തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥ മാല രമണൻ സ്ഥലത്ത് നേരിട്ടെത്തുകയും ചേലക്കര അമ്മവീട് അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. തോയ്ക്കാവ് പള്ളിക്കടവ് റോഡിലെ വള്ളിയമ്മയുടെ വീട്ടിലെത്തിയ അമ്മവീട് ഭാരവാഹികൾ രേഖകൾ തയ്യാറാക്കിയ ശേഷം ചേലക്കരയിലേക്ക് കൊണ്ടുപോയി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുർജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ പദ്ധതി വിശദീകരണം നടത്തി. അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപക് മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവം 2ാം പതിപ്പിന് ഇന്ന് പെരുവനം ശ്രീലകം കൺവെൻഷൻ സെന്ററിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഗ്രാമോത്സവം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി മുഖ്യാതിഥിയാകും. രാത്രി 7 വിനയ്ലാൽ സംവിധാനം ചെയ്ത് ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ അഭിനയിച്ച ജലമരണം എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കും. രാത്രി 8:30 മലബാറിലെ സോങ് വിത്ത് സുലൈമാനി അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും. MV ഗോവിന്ദൻ, ഗിരീഷ് കാസറവള്ളി, സച്ചിദാനന്ദൻ, മല്ലിക സാരാഭായ്, സത്യൻ അന്തിക്കാട് തുടങ്ങിയവർ ശനി ഞായർ ദിവസങ്ങളായി പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിൽ പങ്കെടുക്കും. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപിക ദീപ ദേവസി കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ് ഡോക്ടറേറ്റ് നേടിയത്. അങ്കമാലി, വാതക്കാട്, മേനാശ്ശേരി ദേവസിയുടെയും റോസിയുടെയും മകളായ ദീപ പുളിയനം അറക്കലാൻ ആൻഡുവിന്റെ ഭാര്യയാണ്. തൃശൂർ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഹയർ സെക്കൻഡറി മലയാളം വിദ്യാർത്ഥികൾ നൽകുന്ന ഗുരുദക്ഷിണ പുരസ്കാരം KP രാമനുണ്ണിക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലയാള പാഠപുസ്തകത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുക്കുന്ന എഴുത്തുകാർക്ക് നൽകുന്ന 10,001 രൂപയാണ് ഗുരുദക്ഷിണ പുരസ്കാരം. ഈ മാസം 10-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ പുരസ്കാര സമർപ്പണം നടത്തും. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തനെ ആദരിക്കും. 1ാം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ മലയാളത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയ ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും മലയാള തിലകപ്പട്ടം നൽകും. വാർത്താസമ്മേളനത്തിൽ ഹയർ സെക്കൻഡറി മലയാള അധ്യാപക സമിതി പ്രസിഡന്റ് ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഡോക്ടർ P രശ്മി, KD പ്രകാശ്, ബാബു, MJ സീന തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ഡിവിഷനിൽ 1.5 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതായും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പാവറട്ടിയിൽ അറിയിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ആഞ്ജനേയ റോഡ് നിർമ്മാണം, മിനി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം, പൂച്ചക്കുന്ന് കുടിവെള്ള പദ്ധതി, വെങ്കിടങ്ങ് പഞ്ചായത്തിലെ MN ലക്ഷ്മീട് കോളനി ഹാൾ നിർമ്മാണം, എളവള്ളിയിലും വെങ്കിടങ്ങിലും വനിതാ ഫിറ്റ്നസ് സെന്റർ, വിവിധ വായനശാലകൾക്ക് ഫർണിച്ചർ വിതരണം തുടങ്ങിയ പദ്ധതികൾക്കായി 1.5 കോടിയിലേറെ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഐവറി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായിക്കാണ് ഐവറി പുരസ്കാരം. ഐവറി MN വിജയൻ സ്മാരക പുരസ്കാരം ഡോക്ടർ രേഖ രാജനും ഐവറി സുകുമാർ അഴിക്കോട് സ്മാരക പുരസ്കാരം മേതിൽ ദേവികയ്ക്കും സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ കവി വൈശാഖൻ, രാജീവ് മേനോൻ, അജയ് കുമാർ, പ്രവീൺ വൈശാഖൻ എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വാസുപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളാണ് തിരുനാൾ.
ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭയും PHC മുണ്ടത്തിക്കോടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കുള്ള 3 ദിവസത്തെ പരിശീലന പരിപാടി ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീലാബി, കൌൺസിലർമാരായ ജിൻസി ജെയ്സൺ, ഉദയൻ, പ്രകാശൻ, PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് സെക്രട്ടറി സ്റ്റാഫ് നഴ്സ് ദിവ്യ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് S. ദാസ്, പാലിയേറ്റീവ് കെയർ ഇൻചാർജ് ഓഫീസർ ഡോക്ടർ ജിത്ത് എന്നിവർ പരിശീലന ക്ലാസ് എടുത്തു. ആയുസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ രോഗം പരിഹരിക്കാൻ ഇന്ത്യൻ പെന്തകോസ്ത് ദൈവസഭ കുന്നംകുളം സെന്ററിന്റെ 48ാമത് കൺവെൻഷന് തുടക്കമായി. IPC കുന്നംകുളം സെന്റർ പ്രസിഡന്റ് പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ KJ ജോൺ അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ KJ തോമസ് കുമളി, സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 7 വരെ പോർക്കുളം IPC റഹബോത് നഗറിൽ വൈകിട്ട് 6 മുതൽ 9 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. സഹപാഠിക്ക് വീടൊരുക്കാൻ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൌഹാർദ്ദ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന മതുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫുഡ് ഫെസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ SS ഷീന, PTA പ്രസിഡന്റ് മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തിലെ പറക്കാട് ജ്യോതി അംഗനവാടി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. 2 വർഷമായി അംഗനവാടിയുടെ മേൽക്കൂര തകർന്നതിനാൽ വാടക കെട്ടിടത്തിലായിരുന്നു അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുകയായ 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അംഗനവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി ചെയർമാൻ KD വിഷ്ണു എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ വയോജന ധർണ സംഘടിപ്പിച്ചു. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച് ആക്ട് കാലോചിതമായി പരിഷ്കരിക്കുക, വയോജന പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KP റപ്പായി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി EC പത്മരാജൻ, സെലീന ചാക്കോ, KK സഫിയ, VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂരിൽ വീടിന് പുറകിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ കത്തിനശിച്ചു. വെങ്ങിലശ്ശേരി വട്ടംപറമ്പിൽ സുനിലിന്റെ 2 ബൈക്കുകളാണ് കത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. തീപിടുത്തത്തിൽ ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒഴിഞ്ഞ കുടങ്ങളുമായി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വീട്ടമ്മമാരുടെ പ്രതിഷേധം. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തളിക്കുളം കച്ചേരിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. ഏങ്ങണ്ടിയൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ആഴ്ചയിൽ 1 തവണയെങ്കിലും കുടിവെള്ളം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K. ചേറ്റുവ, മണ്ഡലം വൈസ് പ്രസിഡന്റ് MG ഘോഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുള്ളിൽ ബേക്കറി കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ തീപിടിച്ചു. ആർക്കും പരിക്കില്ല. പുള്ള് സെന്ററിൽ സായിറാം ബേക്കറിയുടെ മുകൾ നിലയിലാണ് തീപിടിച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണം. മുകൾ നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന മുറിയുടെ മുൻവശത്തുള്ള ഗ്ലാസ് പാനലുകൾ മുഴുവൻ തീപിടുത്തത്തിൽ നശിച്ചു. നാട്ടുകാരും തൃശൂർ നാട്ടിക എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. 2 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തിനിടെ മുകൾ നിലയിലുണ്ടായിരുന്ന തൊഴിലാളി താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരോത്സവത്തിന്റെ മെഗാ നറുക്കെടുപ്പും ഗ്രാൻഡ് ഇവന്റും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 5:30 പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജില്ലാ ട്രഷറർ ജോഷി തേറാട്ടിൽ, TV ജോർജ്, സിജോ ചിറക്കേക്കാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കുന്നംകുളക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കാരപ്പാട്ട് ശനിയാഴ്ച നടക്കും. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പാട്ടിന് കൂറയിടൽ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 1-ന് കളം കുറിക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് മുതലായവയ്ക്ക് ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തേക്ക് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വാദ്യമേള ഘോഷത്തോടെ ഗജവീരന്റെ പുറത്ത് താലത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവാനെ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും. കളംപാട്ടിന് ശേഷം രാത്രി 10:30-ന് നാളികേരം എറിയാൻ ആരംഭിക്കും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയനപ്പള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. എളവള്ളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സംവിധാനങ്ങളോടെ ലാബോറട്ടറി ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 3 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. 40 തരം ടെസ്റ്റുകളുള്ള സൗകര്യം ലാബോറട്ടറിയിലുണ്ട്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിഒ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS അജോഷ് തമ്പി, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ജില്ലാ ലാബ് ഓഫീസർ BC മിനി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് BJ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ജോബിക്കും LHI അല്പം പണത്തിന്റെ കുറവുണ്ടെങ്കിൽ പോലും വഴിയിൽ കളഞ്ഞുപോയ പണവും രേഖകളും തിരികെ നൽകിയതിന് നന്ദകുമാർ ചക്കമല്ലിശ്ശേരിയോട് നന്ദി പറയുകയാണ് കിഴക്കേ കോടാലി നിലമ്പതി സ്വദേശി ഹിഷാം സഹിൽ. കഴിഞ്ഞ ദിവസമാണ് ഹിഷാമിന്റെ പക്കൽ നിന്ന് യാത്രയ്ക്കിടെ പണം, വിലപിടിപ്പുള്ള രേഖകളും അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടത്. വഴിയിൽ വീണുകിടന്നിരുന്ന പേഴ്സ് കിട്ടിയത് കേരള ഫീഡ്സിലെ റിട്ടയർഡ് ജീവനക്കാരനും സാമൂഹ്യ പ്രവർത്തകനുമായ മാങ്കുറ്റിപ്പാടം സ്വദേശി നന്ദകുമാർ ചക്കമല്ലിശ്ശേരിക്കാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച പേഴ്സ് പിന്നീട് SI CP ഷിജുവിന്റെ സാന്നിധ്യത്തിൽ നന്ദകുമാർ ഉടമ ഹിഷാമിന് കൈമാറി. വാണിജ്യം. വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്യൂൻ, കോട്ടൺ ബസാർ എന്നിവയുടെ പുതിയ സംരംഭമായ ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ച ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പിന്റെ ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് സുനിൽ സുഗത, ചലച്ചിത്ര സംവിധായകരായ പ്രിയനന്ദനൻ അമ്പിളി, കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പ് സാരഥികളായ PA മജീദ്, അനീസ്, നിയാസ്, കുടുംബാംഗം സിറാജ്, മറ്റ് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇറ്റാലിയ സാരഥി PA മജീദ് സംവിധായകൻ അമ്പിളിക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാൻസ്, ജീൻസ്, ഷർട്ട്, മുണ്ട് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കാഷ്വൽ വെയർ, പാർട്ടി വെയർ, ഫോർമൽ വെയർ, നൈറ്റ് വെയർ എന്നിവയുടെ വിപുലമായ വസ്ത്രശേഖരമാണ് 2 നിലകളിലായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. പുതുതലമുറയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കിണങ്ങിയ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846896066. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. മോദി സർക്കാർ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന വേളയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്കും ലയങ്ങൾക്ക് നേരെ കാട്ടാനാക്രമണം. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുന്നൂർകുളം എരമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വടക്കാഞ്ചേരിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപിനിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം.
ചേലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടുപന്നി ശല്യം ഒരാഴ്ചയായി തുടരുകയാണെന്ന് കർഷകർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.